ലോകം കേൾക്കണം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. സർവസ്തുതിയും അള്ളാഹുവിനാണ്, ലോകത്തിന്റെ അധിപനായവൻ, നമ്മുടെ നേതാവായ മുഹമ്മദ് നബിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം ഇന്ന് കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടിച്ചമർത്തുന്നവരും അടിച്ചമർത്തപ്പെടുന്നവരും തമ്മിലുള്ള പോരാട്ടം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയിരിക്കുന്നു. ഇറാനിലെ ജനങ്ങൾ ഇന്ന് നേരിടുന്ന പരീക്ഷണങ്ങൾ കേവലം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, മറിച്ച് സത്യവും അസത്യവും തമ്മിലുള്ള ആഗോള പോരാട്ടത്തിന്റെ ഭാഗമാണ്. നമ്മുടെ വിപ്ലവം നിലനിൽക്കുന്നത് തോക്കുകളിലല്ല, മറിച്ച് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലാണ്. ലോകം കേൾക്കണം, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ശക്തികൾ. നിങ്ങൾ ഞങ്ങളുടെ ജനങ്ങളെ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഉപരോധം എന്നത് ഒരു യുദ്ധമുറയാണ്, അത് നിശബ്ദമായ കൊലപാതകം കൂടിയാണ്. ഞങ്ങളുടെ ആശുപത്രികളിൽ മരുന്നില്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഞങ്ങളുടെ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഇറാനിലെ ജനങ്ങൾക്കൊപ്പമാണെന്ന്. എന്ത് വലിയ കാപട്യമാണിത്! ജനങ്ങളെ പട്ടിണിക്കിടുന്നവർ എങ്ങനെയാണ് ജനങ്ങളുടെ പക്ഷത്താകുന്നത്? സോഷ്യൽ മീഡിയയിലൂടെയും സാറ്റലൈറ്റ് ചാനലുകളിലൂടെയും നിങ്ങൾ പടച്ചുവിടുന്ന നുണകൾ ഇറാനിലെ ബോധമുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ വിഭവങ്ങളെയാണ്, ഇറാന്റെ സ്വാഭിമാനത്തെയാണ്. എന്നാൽ ഓർക്കുക, ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ മുന്നിലുള്ള വഴി പ്രതിരോധമാണ്. അതെ, നമ്മുടെ മുന്നിലുള്ള ഏക വഴി പ്രതിരോധം തന്നെയാണ്. വിദേശ ശക്തികളുടെ ദാനധർമ്മത്തിനായി നാം കൈനീട്ടില്ല. ആ ഗതികേട് നമ്മളിൽ ഉണ്ടാകരുത്. നമ്മുടെ മണ്ണിൽ തന്നെ വേണ്ടത്ര വിഭവങ്ങളുണ്ട്. നമ്മുടെ യുവാക്കളുടെ ബുദ്ധിയുമുണ്ട്. നാം സ്വയം പര്യാപ്തത എത്രയും വേഗം നേടേണ്ടതുണ്ട്. ഇറാനിലെ ഓരോ ഫാക്ടറിയും ഓരോ പാടശേഖരവും ശത്രുവിനെതിരെയുള്ള കോട്ടകളാണ്. ഭരണരംഗത്തുള്ളവരോട് എനിക്ക് കണിശമായ ഒരു നിർദ്ദേശമുണ്ട്. ജനങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തണം. അഴിമതി എന്നത് ഈ വിപ്ലവത്തിനേറ്റ ക്യാൻസർ പോലെയാണ്. അത് വേരോടെ പിഴുതെറിയണം. ജനങ്ങളുടെ ആവലാതികൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. ആഡംബരങ്ങളിൽ മുഴുകുന്ന ഭരണാധികാരിക്ക് ഈ വിപ്ലവത്തെ നയിക്കാൻ അർഹതയില്ല. നിങ്ങൾ ജനങ്ങളുടെ സേവകരാകുക, യജമാനന്മാരല്ല. അതീശക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്രത്തോളം ഞങ്ങളെ അടിച്ചമർത്തുന്നുവോ അത്രത്തോളം ഞങ്ങൾ കരുത്താർജിക്കും.